തെലങ്കാനയിൽ നിന്ന് ഒരു സന്തോഷ വാർത്തയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് പൊളിറ്റിക്സ് കേരള വിടുന്നു. തെലങ്കാനയിൽ BRS MLA-മാർ മുഴുവനായി കോൺഗ്രസിലേക്ക് മാറാൻ തയ്യാറെടുത്തിരിക്കുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ BRS-ന് തെലങ്കാനയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നവർ ചോദിക്കുകയാണ് ചന്ദ്രശേഖര റാവുവിനോട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിന്റെ BRS തകർന്ന് തരിപ്പണമായി. അദ്ദേഹത്തിന്റെ BRS തകർന്ന് തരിപ്പണമായത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ ആദ്യം ഭരിച്ചത് ചന്ദ്രശേഖർ റാവുവിന്റെ TRS ആയിരുന്നു. പിന്നീട് അതിനെ ചന്ദ്രശേഖർ റാവു BRS ആക്കി മാറ്റി. ആ BRS ആക്കി മാറ്റി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DK ശിവകുമാറാണ് തെലങ്കാനയുടെ ഇലക്ഷൻ നിർണയിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് MLA-മാർ വൻപിച്ച വിജയം നേടി. മാത്രമല്ല, കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയും ചെയ്തു. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയുടെ വിജയമായി അത് മാറുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ BRS വളരെ പരിമിതമായ അവസ്ഥയിലാണ്. BRS-ന് ഒരൊറ്റ ലോക്സഭാ സീറ്റ് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകട്ടെ അവരുടെ സീറ്റ് 8 ഉയർത്തി. BJPയും 8 സീറ്റ് നേടി. BJPയും കോൺഗ്രസും തമ്മിലാണ് തെലങ്കാനയിലെ പ്രധാന മത്സരം. ഈ സാഹചര്യത്തിൽ BRS പാർട്ടിയുടെ MLA-മാർ മുഴുവനായി കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. കാരണം അവർക്ക് BJPയെ ഇഷ്ടമല്ല. തെലങ്കാന BJPക്ക് വളക്കൂറുള്ള മണ്ണല്ല. തെലങ്കാന BJPയെ സ്വീകരിക്കുന്നുമില്ല. പക്ഷെ അവർ നേടിയ വിജയം അത് BRS MLA-മാരെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു. ചന്ദ്രശേഖര റാവുവിനെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ലെന്നേ. മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ നടന്നു. നേരെ പോയി സ്റ്റാലിനെ കണ്ടു. സ്റ്റാലിൻ പറഞ്ഞു, കോൺഗ്രസിന്റെ സഹായമില്ലാതെ മൂന്നാം മുന്നണി എങ്ങനെ ഉണ്ടാക്കും ദേശീയ രാഷ്ട്രീയത്തിൽ. സ്റ്റാലിൻ പറഞ്ഞ വാചകങ്ങളൊന്നും ചന്ദ്രശേഖർ റാവു കേട്ടില്ല. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ BJPക്ക് ഒരു സീറ്റും നിയമസഭയിൽ ലഭിക്കില്ലായിരുന്നു. ചന്ദ്രശേഖർ റാവു കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കണമായിരുന്നു. എങ്കിലും ഒരു സീറ്റും കിട്ടില്ലായിരുന്നു. ഇത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു നോക്കി. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ അതൊരു ഫൗൾ ഗെയിമായി മാറി. ആ ഫൗൾ ഗെയിം ഇപ്പോൾ ചന്ദ്രശേഖർ റാവുവിനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ എല്ലാ MLA-മാരും കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഇനി എന്തോന്ന് തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചന്ദ്രശേഖർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. ഇനി പരാജയപ്പെടാൻ ഒന്നുമില്ല ചന്ദ്രശേഖര റാവുവിന്. തീർന്നു. ചന്ദ്രശേഖര റാവുവിന്റെ അധ്യായം കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൈവിട്ട് എല്ലാ MLA-മാരും കോൺഗ്രസിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അതിനുള്ള കളിക്കളങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ കളിക്കളങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞു. അവരെത്തിക്കഴിഞ്ഞത് BJPയെ തകർക്കാനാണെന്നേ. BJP ഇനി തെലങ്കാനയിൽ കയറി കളിക്കരുത്. അതിനുവേണ്ടിയാണ് അവർ പോകുന്നത്. ചന്ദ്രശേഖർ റാവുവിനെ കൊണ്ട് അതിന് പറ്റില്ല. ചന്ദ്രശേഖർ റാവുവിന്റെ കാലം കഴിഞ്ഞു. BRS MLA-മാർ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ തെലങ്കാനയിൽ വീണ്ടും രാഷ്ട്രീയ കോളിളക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതകരമായ മുന്നേറ്റമാണ് തെലങ്കാനയിൽ നടത്തിയത്. അവർ 8 സീറ്റ് നേടി. മുമ്പ് അവർ 4 സീറ്റായിരുന്നു നേടിയിരുന്നത്. അതിൽ നിന്ന് 8 സീറ്റ് നേടി. കോൺഗ്രസും 8 സീറ്റ് നേടി. ഇങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള യുദ്ധമാണ് ഇനി തെലങ്കാനയിൽ നടക്കേണ്ടത്. അതുകൊണ്ടാണ് BJPയെ തകർക്കാൻ മനസാക്ഷിയുള്ള തെലങ്കാനയിലെ MLA-മാർ തീരുമാനിച്ചത്. അവർ പോയിരിക്കുന്നു കോൺഗ്രസിലേക്ക്.